നമസ്കാരം. ഇന്ത്യയുടെ കയ്യിൽ ആണവായുധമുണ്ട്. ഇന്ത്യ അത് നല്ല കാര്യത്തിന് വേണ്ടിയാണ് ആണവശക്തി ഉപയോഗിക്കുന്നതും. ആണവായുധം ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്, ഇന്ത്യൻ ജനതയുടെ മുന്നോട്ടുള്ള സുരക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ്. പാകിസ്ഥാൻ കിടന്ന് വീമ്പിളക്കുന്നത് പോലെയല്ല, ഇന്ത്യ ആണവശക്തി തന്നെയാണെന്ന് പൊക്രാൻ തെളിയിച്ചതാണ്. പക്ഷേ ഇന്ത്യ അടിയുറച്ച് പാലിക്കുന്നൊരു നിലപാടുണ്ട്, നോ ഫസ്റ്റ് യൂസ്. ആദ്യം ഇന്ത്യ എടുത്ത് പ്രയോഗിക്കില്ല ഏതൊരു ആണവായുധവും. അതാണ് ഇന്ത്യയുടെ വാക്ക്. എങ്ങാനും പ്രയോഗിച്ചാൽ പിന്നെ ഏഷ്യ ഭൂഖണ്ഡം തന്നെ തുടച്ചു നീക്കപ്പെടുമെന്നതിൽ ഇന്ത്യക്ക് വ്യക്തമായ ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ കയ്യിൽ ആണവായുധമുണ്ടെങ്കിൽ അത് കുരങ്ങിൻ്റെ കയ്യിലെ പൂമാലയാണ് ഇപ്പോൾ എന്ന് ലോകം അറിയണം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആണവായുധങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചു വരികയാണ്. പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തിയിരിക്കുന്നു. കറാച്ചിയിലോ ഇസ്ലാമാബാദിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇന്ത്യൻ നഗരത്തിൽ തന്നെയോ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, ഒരു ആണവ ബോംബ് പൊട്ടിത്തെറിച്ചാൽ എന്താകും സംഭവിക്കുക പരിശോധിക്കാം. ആണവ സ്ഫോടനത്തിൻ്റെ ആദ്യഘട്ടം ഒരു ശക്തമായ ആണവ ബോംബ് പൊട്ടിത്തെറിക്കുമ്പോൾ അത് 100 സൂര്യന്മാർക്ക് തുല്യമായ പ്രകാശം പുറപ്പെടുവിക്കും. 50 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾക്ക് അന്ധത ബാധിക്കും. തിളക്കമുള്ള വെളിച്ചത്തോടൊപ്പം താപനില 1 ദശലക്ഷം ഡിഗ്രി വരെ ഉയരും. ഇത് മനുഷ്യരെയും കെട്ടിടങ്ങളെയും നിമിഷ നേരം കൊണ്ട് ചുട്ടി ചാമ്പലാക്കും. സ്ഫോടനത്തിൻ്റെ ഫലമായി കാറ്റ് വളരെ വേഗത്തിൽ വീശും. 10 കിലോമീറ്റർ ചുറ്റളവിൽ കെട്ടിടങ്ങളോ മരങ്ങളോ ഏതെങ്കിലും ഒരു വസ്തുവോ കാണില്ല. പുൽനാമ്പ് പോലും കരിഞ്ഞു പോകും. എല്ലാം നശിപ്പിക്കപ്പെടും. കൊടുങ്കാറ്റിൽ തീജ്വാലകളുണ്ടാകും. അതുമൂലം ഭൂമി പൂർണ്ണമായും ചൂടാകും. സസ്യങ്ങളും മരങ്ങളും ഉണങ്ങി കരിയും. ഉരുക്കും ഗ്ലാസും പോലും ഉരുകും. റേഡിയോ ആക്റ്റീവ് വികിരണം തുടർന്നുണ്ടാകും. ആകാശത്തിൽ വലിയ മേഘം തന്നെ രൂപപ്പെടും. അതിൽ റേഡിയോ ആക്റ്റീവ് കണികകൾ 100 കിലോമീറ്റർ വരെ വ്യാപിക്കുകയും മാരകമായ വികിരണം പരത്തുകയും ചെയ്യും. ഈ വികിരണത്തിൻ്റെ ഫലമായി സ്ഫോടനത്തിൻ്റെ സമീപമുള്ള ആളുകൾക്ക് കഠിനമായ പൊള്ളലടക്കം അനുഭവപ്പെടും. സ്ഫോടനത്തിൻ്റെ ആദ്യ മണിക്കൂറിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചേക്കാം. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. മാസങ്ങൾക്കുള്ളിൽ 1 ലക്ഷം പേർക്കെങ്കിലും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ബാധിക്കും. ആണവ ബോംബ് പൊട്ടിത്തെറിക്കുന്ന സ്ഥലം ഒരു വൻ ഗർത്തമായി ശ്മശാനമായി മാറും. മിക്ക ഉയരമുള്ള കെട്ടിടങ്ങളെയും താങ്ങി നിർത്തുന്ന ഭീമൻ ഉരുക്കു തൂണുകൾ വെണ്ണ പോലെ ഉരുകും. മണൽ വളരെ ചൂടാകുകയും അത് പോപ്കോൺ പോലെ പൊട്ടിത്തെറിക്കുകയും ചെയ്യും. നഗരങ്ങൾ പൂർണ്ണമായി നശിക്കുകയും ജനങ്ങൾ ഗതാഗത സൗകര്യവും അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതെ കഷ്ടപ്പെടുകയും ചെയ്യും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആണവയുദ്ധം കേവലം ഒരു പ്രാദേശിക പ്രശ്നമായി പിന്നെ ഒതുങ്ങില്ല. ഗവേഷകർ പറയുന്നതനുസരിച്ച് ഇത്തരമൊരു യുദ്ധത്തിൽ 50 മുതൽ 125 മില്യൺ വരെ ആളുകൾ മരിച്ചേക്കാം. കത്തിയിരുന്ന നഗരങ്ങളിൽ നിന്നുള്ള പുക കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകും. പുറമെയാകും ആണവ വികിരണം. ഇത് യുദ്ധമേഖലയ്ക്ക് പുറത്തും വ്യാപകമായ പട്ടിണിക്കും ആവാസ വ്യവസ്ഥ തകരാറിനും ക്യാൻസർ അടക്കം രോഗങ്ങൾക്കും കാരണമാകും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഇപ്പോഴും തുടരുകയാണ്. അതൊരു ആണവ യുദ്ധത്തിലേക്ക് നയിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ കുരങ്ങിൻ്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെയാണ് ഇപ്പോഴും പാകിസ്ഥാൻ തങ്ങളുടെ ആണവായുധങ്ങൾ തങ്ങളുടെ ഭൂഗർഭ അറകളിൽ സൂക്ഷിച്ചിരിക്കുന്നത്. അഥവാ എന്തെങ്കിലും ദുരന്തം സംഭവിച്ചാൽ അനന്തരഫലങ്ങൾ ഭയാനകമായിരിക്കും. ലോകത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വിധത്തിലുള്ള ദുരന്തമാകും അതുണ്ടാക്കുക. പിന്നീട് അങ്ങോട്ട് ലോകത്തെ ഒരു രാജ്യത്തിനും ഒരു ജനതയ്ക്കും താങ്ങാനാകാത്ത ദുരന്തങ്ങളായിരിക്കും ഈ ഒരു ആണവയുദ്ധം നൽകുകയും. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു യുദ്ധത്തിലേക്ക് ഒരു രാജ്യവും വഴിപ്പെട്ടു പോകരുതേ എന്നാണ് പ്രാർത്ഥിക്കാനുള്ളത്, പ്രതീക്ഷിക്കാനുള്ളത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.